രാജ്യവിരുദ്ധ പ്രചാരണം നടത്തിയ അസം സ്വദേശിയെ ആറന്മുള പോലീസ് കസ്റ്റഡിയിലെടുത്തു. മത്സ്യസ്റ്റാളിലെ തൊഴിലാളി എദിഷ് അലിയാണ് പിടിയിലായത്. രാജ്യവിരുദ്ധ പ്രചാരണവും ഭാരതത്തിന്റെ ഭരണാധികാരികളെ അവഹേളിക്കലും പതിവാക്കിയ ഇയാൾക്കെതിരെ BJP നൽകിയ പരാതിയെ തുടർന്നാണ് പോലീസിന്റെ നടപടി. അസം സ്വദേശിയായ എദിഷ് അലി എന്ന 26-കാരന്റെ ഫേസ്ബുക്ക് പേജ് നിറയെ രാജ്യവിരുദ്ധ പോസ്റ്റുകൾ, പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യങ്ങൾ ഉൾപ്പെടുന്ന വീഡിയോകളും ഇയാൾ ഷെയർ ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നിവരെ അവഹേളിക്കുന്ന ചിത്രങ്ങളും ഇയാൾ പോസ്റ്റ് ചെയ്തു. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് BJP ആറന്മുള നിയോജക മണ്ഡലം പ്രസിഡന്റ് ദീപാജി നായർ പോലീസിൽ പരാതി നൽകിയത്. എദിഷ് അലി വ്യാജ തിരിച്ചറിയൽ കാർഡുമായി കേരളത്തിൽ കഴിയുന്ന വ്യക്തിയാണോ എന്ന് സംശയിക്കുന്നതായും BJP ആറന്മുള നിയോജക മണ്ഡലം പ്രസിഡന്റ് ദീപാജി നായർ പറഞ്ഞു. ഫേസ്ബുക്ക് വഴി പ്രചരിപ്പിക്കുന്ന എൽഷാദ് അലി എന്ന ആൾക്കെതിരെ ഇന്നലെ BJP ആറന്മുള മണ്ഡലം കമ്മിറ്റിയുടെ ഔദ്യോഗിക ലെറ്റർപാഡിൽ നമ്മുടെ ആറന്മുള പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകുകയും ഇന്ന് രാവിലെ അദ്ദേഹത്തെ ഇവിടെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ CI പ്രവീൺ സാറിൻ്റെ നേതൃത്വത്തിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇതിനെതിരെ ശക്തമായ നടപടി എടുത്തില്ലെങ്കിൽ ഈ രാജ്യദ്രോഹ പോസ്റ്ററുകൾ നിരന്തരം ഫേസ്ബുക്ക് വഴി അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. 1-2 തവണയല്ല, നിരന്തരമായിട്ട് പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ എല്ലാം സ്ക്രീൻഷോട്ട് സഹിതമാണ് ഞങ്ങളിവിടെ പരാതി നൽകിയിരിക്കുന്നത്. നാൽക്കാലിക്കൽ പാലത്തിന് സമീപമുള്ള മത്സ്യസ്റ്റാളിലെ തൊഴിലാളിയാണ് എദിഷ് അലി. വല്ലന സ്വദേശിയുടേതാണ് ഈ മത്സ്യസ്റ്റാൾ. 3 വർഷം മുൻപ് ഇവിടെ ജോലിക്കെത്തിയ ഇയാൾ മറ്റ് വിവിധ ഭാഷാ തൊഴിലാളികൾക്കൊപ്പമാണ് താമസം. രാജ്യവിരുദ്ധ പ്രചാരണം നടത്തുന്ന എദിഷ് അലിക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ് BJP ആവശ്യപ്പെടുന്നത്. ജനം, പത്തനംതിട്ട.